സൈബർ ആക്രമണം ഇന്ന് വീണ്ടും കേസുകൾ എടുത്തിരിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ. ഞങ്ങള് അത്തരം സൈബർ ആക്രമണത്തിനോ സൈബർ ലിഞ്ചിങ്ങിനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടികൾ ഉണ്ടായിക്കോട്ടെ. പക്ഷേ അത് എല്ലാ സൈഡിലുള്ള ആൾക്കാർക്കെതിരെയും വേണം. രമ്യ ഹരിദാസിനെതിരെ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കുന്നുണ്ടോ? ഇതെന്താ ഒരു സൈഡിൽ മാത്രം? രണ്ടാമത്തെ കാര്യം, ഞങ്ങളറിയാത്ത കാര്യം, നമ്മുടെ മനസ്സറിയാത്ത കാര്യം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനകത്ത് ജനാധിപത്യ വിരുദ്ധത. ഇവിടെ ബോംബ് പൊട്ടി ആൾ മരിച്ചു, എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് ആ ബോംബ് ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ധ്യാൻ ശ്രീനിവാസിനോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഫോട്ടോ അത് മാറ്റി അതിൽ വേറെ ആളുടെ ഫോട്ടോ വെച്ചു. കൊലയാളിയോടൊപ്പം ഞാനാണെന്ന് പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നാദാപുരത്ത് പടക്കം പൊട്ടിയ ഒരു ജീപ്പിന് കേടുപാടുണ്ടായപ്പോൾ അത് ഷാഫി പറമ്പിലെ ആൾക്കാർ ബോംബുണ്ടാക്കി നാദാപുരത്ത് ബോംബ് പൊട്ടി ലീഗ് കേന്ദ്രത്തിൽ ഉഗ്ര സ്ഫോടനം എന്ന ദേശാഭിമാനി ഉൾപ്പെടെ വാർത്ത കൊടുത്തത്. ഏതൊരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്ന നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ചെയ്തവർക്കെതിരെ നടപടി എടുത്തോട്ടെ. അത് എന്തിനാ എൻ്റെ തലയെ കൊണ്ട് വെക്കുന്നത്? ഞാനത് ചെയ്യൂ. ഞാനത് ചെയ്തിട്ട് എനിക്കെന്താ ഗുണം? എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം? അപ്പോൾ അതിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും. LDF സ്ഥാനാർത്ഥി പറയുന്നത് ഇനി ആരും അങ്ങനെ ചെയ്യരുത് എന്ന് UDF സ്ഥാനാർത്ഥി പറയുന്നില്ല എന്നാണ്. അല്ല, ഈ പറയണമൊക്കെ പിന്നെ എന്താന്ന്? ഈ പറയുന്നൊക്കെ ഞാൻ അവരൊക്കെ തള്ളി പറയുന്നു. ഞാൻ ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ കൂട്ട് നിൽക്കില്ല എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം ഞാനും പറഞ്ഞു. ഞാൻ ഇനി ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടാണ് നേരത്തെ ചെയ്തെന്ന് വരാൻ വേണ്ടിയാ? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ചെയ്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളത് കൃത്യമായി ഞാൻ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ. ഇനി ആ സ്ഥാനാർത്ഥി ഒന്ന് പറയട്ടെ. ഈ പറയുന്ന ആക്ഷേപങ്ങൾ, നമുക്കെതിരെ നടത്തിയ കള്ളപ്രചരണങ്ങൾ, അതിനൊന്ന് തള്ളിപ്പറയാൻ അവർ തയ്യാറാവട്ടെ. ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി അതിനും കൂടെ തയ്യാറാവട്ടെ. ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടക്കുന്ന ഈ പറയുന്ന സൈബർ ലിഞ്ചിങ് ശരിയല്ല, അവർക്കെതിരെയും കേസെടുക്കണമെന്ന് പറയട്ടെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് നിൽക്കുമ്പോൾ ഒരു സൈഡിലൂടെ മാത്രം കാര്യങ്ങൾ കാണാൻ പറ്റുമോ? അവരെ ആൾക്കാർ ചെയ്യുന്ന എല്ലാ സൈബർ ലിഞ്ചിങ്ങിനും ഉത്തരവാദി ആ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അംഗീകരിക്കുമോ? അത് ശരിയല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എനിക്ക് അതിൻ്റെ ഒരു നേട്ടം എന്താ? വ്യക്തിഹത്യ നടത്തി തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുള്ള ഒരാളല്ല. എനിക്കിതിനേക്കാളും ടൈറ്റാണെന്ന് തോന്നിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അന്നും ഞാൻ അത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഇനിയും അത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നേരായ മാർഗങ്ങൾ എന്നെ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ മനസ്സറിവില്ലാത്ത കാര്യങ്ങളിൽ എന്നെ രേഖാമൂലം ചേർത്ത് അത് വാർത്തയാക്കുകയും പത്രസമ്മേളനത്തിൽ പേര് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാനും നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഷാഫി പറയുന്നത്. അതായത് താൻ ഓൺ ചെയ്തിട്ടല്ല ഈ സൈബർ ആക്രമണങ്ങളൊന്നും നടക്കുന്നത്. തനിക്കെതിരായ വ്യാജ പ്രചരണങ്ങളിൽ താനും പരാതി കൊടുക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്.